ചില ബിഷപ്പുമാർക്ക് BJP-ക്കാർ വിളിച്ചാൽ പ്രത്യേക രോമാഞ്ചമാണ്. കേക്കിന്റെ പീസും മുന്തിരിങ്ങയിട്ട് വാറ്റിയ വീഞ്ഞും കിട്ടിയപ്പോൾ മണിപ്പൂർ മറന്നു. ഈ രണ്ട് പരാമർശങ്ങളും പിൻവലിച്ചിരിക്കുന്നു സജി ചെറിയാൻ. ബാക്കി, അതായത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ ബാക്കി, അതിന്റെ സത്ത ഓക്കെ ആണോ നിങ്ങൾക്ക്? അദ്ദേഹം അത് പിൻവലിച്ചത് സ്വാഗതാർഹമാണ്. ആർക്കും ഒരു തെറ്റ് സംഭവിക്കാം. തെറ്റ് സംഭവിക്കുന്നത് തിരുത്തുന്നതിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. എന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? കേൾക്കാം, അങ്ങ് പറയൂ. കേൾക്കാം. ഓക്കെ. ആദ്യമായി തന്നെ എനിക്ക് പറയാനുള്ളത്, മന്ത്രി സജി ചെറിയാൻ അദ്ദേഹം വരുത്തിയ തെറ്റ് തിരുത്തിയതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം പിന്നീട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ യാതൊരു വ്യത്യാസമില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്ന് ചോദിച്ചപ്പോൾ, പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മണിപ്പൂർ വിഷയങ്ങളും മറ്റ് അനുബന്ധ സംഭവങ്ങളുമാണ്. അത് ചർച്ച ചെയ്യാൻ മന്ത്രി സജി ചെറിയാന് അവകാശമുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതിലെനിക്ക് പ്രശ്നമില്ല. ഞാൻ ഇന്നലെ കൃത്യമായ ചാനലുകളിൽ പറഞ്ഞത്, ഒരു പക്ഷത്തെയും, ക്രൈസ്തവരെ മാത്രമല്ല ഒരു മതവിഭാഗത്തെയും അടച്ചാക്ഷേപിച്ച് നമ്മൾ സംസാരിക്കരുത്. മതപുരോഹിതരായാലും രാഷ്ട്രീയക്കാരായാലും സുതാര്യതയുടെ വക്താക്കളാണെങ്കിലും ആരാണെങ്കിലും മറ്റുള്ളവരെ ബഹുമാനിച്ച് സംസാരിക്കുകയും സഹിഷ്ണുത ഈ നാട്ടിൽ പുലർത്തുകയും ചെയ്യണം. അതോടൊപ്പം ക്രൈസ്തവരുടെ കാര്യത്തിൽ വരുമ്പോൾ ക്രൈസ്തവർക്ക് വേണ്ടി ക്രൈസ്തവരെ സംസാരിക്കാനുള്ളൂ എന്നൊരു സ്ഥിതിവിശേഷം ഈ നാട്ടിൽ സംജാതമായിട്ടുണ്ട്. ക്രൈസ്തവരുടെ ആവശ്യങ്ങളെ പരിഗണിക്കുവാൻ ജനപ്രതിനിധികൾ തയ്യാറാകാതെ വരുന്ന സന്ദർഭങ്ങളിൽ അത് ഉയർത്തിക്കാണിക്കുവാനും പറയുവാനും കത്തോലിക്ക കോൺഗ്രസ് എന്ന സമുദായ സംഘടന ഇനി മുതൽ ശക്തമായി ഉണ്ടാകും എന്നാണ് ഞാൻ. ഇവിടെ ഇപ്പോൾ മന്ത്രി ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ജനവിഭാഗത്തിന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം രാജ്യത്ത് ഉണ്ടായാൽ അവിടെ പ്രധാനമന്ത്രി ഇടപെടണം എന്ന് വിരുന്നിന് വിളിച്ച വേളയിൽ സ്നേഹബുദ്ധ്യ എങ്കിലും ആവശ്യപ്പെടാൻ അവിടെ പങ്കെടുത്ത ആളുകൾക്ക് കഴിയില്ലായിരുന്നോ? ഇതാണ് അദ്ദേഹം ഉന്നയിച്ച വാദത്തിന്റെ കോർ എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു വിരുന്നിന് വിളിച്ചാൽ പോകാതിരിക്കണം എന്നാരും പറയുമെന്ന് തോന്നുന്നില്ല. പോയി അവിടെ സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഈ രാജ്യത്ത് എന്ന് പറയാനുള്ള ബാധ്യത പങ്കെടുത്തവർക്കുണ്ടായിരുന്നില്ലേ? തീർച്ചയായും. അതല്ലേ, അതിൻ്റെ അകത്ത് രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ മണിപ്പൂർ വിഷയത്തെക്കുറിച്ചും മറ്റ് വിഷയങ്ങളെക്കുറിച്ചും ഇവിടെയുള്ള ക്രൈസ്തവ നേതാക്കളും ക്രൈസ്തവ ബിഷപ്പുമാരും പ്രധാനമന്ത്രി അടക്കം കേന്ദ്ര നേതാക്കളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, മന്ത്രി സജി ചെറിയാൻ്റെ വിശദീകരണത്തിൽ തന്നെയുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ക്രൈസ്തവരുടെ വളരെ പാവനമായ ഒരു തിരുനാൾ വേളയിൽ, അതായത് ക്രിസ്തുമസിൻ്റെ അവസരത്തിൽ ഈ നാട്ടിലെ ഭരണാധികാരിയായ പ്രധാനമന്ത്രി ക്രൈസ്തവരെ, ബിഷപ്പുമാരെ മാത്രമല്ല മറ്റ് നേതാക്കളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെ ഒരു വിരുന്ന് സൽക്കാരത്തിന് വിളിച്ചു. ആ അവസരത്തിൽ ഇത് പറയണമോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം. നമ്മളെ ഒരു വീട്ടിൽ കല്യാണത്തിന് വിളിക്കുകയാണ്, നമ്മുടെ അയൽവക്കത്തെ ഒരു വീട്ടിൽ കല്യാണത്തിന് വിളിക്കുന്നു. അയൽവക്കക്കാരുമായിട്ട് നമ്മൾ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ മറന്ന് കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ ആ വിഷയം പറയുമോ? ആ കല്യാണത്തിൻ്റെ മംഗളകരമായ ചടങ്ങിലല്ല അത് പറയേണ്ടത്. അതിനുശേഷം അതിന് മുമ്പ് നമുക്ക് പറയാൻ അവസരമുണ്ട്. പ്രധാനമന്ത്രി ഈ ക്രിസ്മസ് ആഘോഷത്തിന് വിളിച്ചത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഞാൻ കരുതുന്നില്ല. ഇനിയും അദ്ദേഹം തുടർന്ന് വിളിച്ചേക്കാം, അപ്പോൾ നമുക്കത് പറയാം. അതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ക്രൈസ്തവർ ഈ കാര്യം പറയാൻ ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. ഞാൻ തന്നെ മണിപ്പൂർ വിഷയം പല സ്ഥലങ്ങളിൽ മൈക്കിൽ കോഡ് വളരെ ശക്തമായിട്ട് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് യാതൊരു മടിയുമില്ല. ആ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. ഈ നാട്ടില് ക്രൈസ്തവര് മാത്രമല്ല, ചർച്ച ചെയ്യപ്പെടാൻ ഇന്നിപ്പോ KCBC വളരെ ശക്തമായ നിലപാടെടുത്തു. കർദിനാൾ തന്നെ ഇനി ഞങ്ങൾ നിസ്സഹകരണം നടത്തേണ്ടി വരും എന്ന് പറഞ്ഞു. ഉടനെ മന്ത്രി നിലപാട് തിരുത്തിയില്ല, അദ്ദേഹത്തിന്റെ വാക്ക് തിരുത്തി. നിലപാട് ഇതാണ്, പക്ഷേ ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ സമ്മർദ്ദം കൊണ്ട്, KCBCയുടെ ശക്തമായ നിലപാട് കൊണ്ട്, മറ്റ് ഇതര ക്രൈസ്തവ സംഘടനകളുടെയും ശക്തമായ നിലപാട് കൊണ്ട് ഈ സർക്കാരിനെ അല്ലെങ്കിൽ അതിൻ്റെ മന്ത്രിയെ കൊണ്ട് ഇങ്ങനെ പറയിക്കാൻ സാധിച്ചു. പക്ഷേ ഇപ്പോൾ ക്രിസ്മസിനെ വിളിച്ചപ്പോൾ ഇത് പറയണമായിരുന്നു എന്ന് ചോദിച്ചു. എപ്പോൾ പറയും? മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലല്ലോ ഉത്തരം. ഫാദറെ, ഇന്നലെ രാത്രി ഞാൻ ഈ ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി കുളിച്ച് ഭക്ഷണം കഴിച്ച് ബെഡിൽ കിടന്നുറങ്ങുന്ന സമയത്താണ് എനിക്കൊരു ഫോൺ വരുന്നത്. ആ ഫോൺ വിളിച്ചത് ഫാദർ ജോൺസൺ തേക്കടയിൽ. പക്ഷേ അങ്ങേക്ക് അറിയായിരിക്കും, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഫാദറാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് ഫോൺ വിളിച്ച് പറഞ്ഞത്, അഭിലാഷേ, അരമ്പായ് തെങ്കോൽ എന്ന് പറയുന്ന മെയ്ത്തി സംഘടന തോക്കെടുത്തിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് 4 പേര് മരിച്ചു എന്നാണ്. ഞാനത് പിന്നെ ഇൻഡിവിജ്വലി വെരിഫൈ ചെയ്യാത്തതുകൊണ്ട് അറിയില്ല. നോക്കൂ, ഇവിടെ പല ആളുകളും അരമനയിൽ ഇരുന്ന് വളരെ സന്തോഷത്തോടു കൂടി ഉറങ്ങുമ്പോൾ അവിടെ ഇത് തോക്കും കൊണ്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോഴും പ്രശ്നമാണ്, ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാത്ത അത്രയും സന്നിഗ്ധാവസ്ഥയിൽ
ഇരിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് ക്രിസ്മസും ന്യൂ ഇയറും ഒന്നും ഇല്ല. അവരെ സംബന്ധിച്ച് ജീവനാണ് പ്രശ്നം. അപ്പോൾ ഇത്ര ജീവൽ പ്രധാനമായ ഒരു പ്രശ്നം എങ്ങനെ ഒരു സമ്മർദ്ദമോ അല്ലാതെയോ ഒക്കെ ആയി അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ആത്മപരിശോധന വേണ്ടേ? ഇതിപ്പോ ഇന്ത്യയിലെ തന്നെ മെത്രാന്മാരുടെ സംഘടനയ്ക്കായാലും KCBC-ക്കായാലും. ഇന്ത്യയിലെ മെത്രാന്മാരുടെ സംഘടനയും KCBC-യും അത് തീർച്ചയായിട്ടും പറയുന്നുണ്ട്, പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അതിൻ്റെ അകത്ത് തർക്കമില്ല. ഇവിടെ എന്താണ് വിഷയം? ഈ മന്ത്രി സജി ചെറിയാൻ ഒരു മീറ്റിങ്ങിൽ വെച്ച് ക്രിസ്ത്യാനികളെ മുഴുവൻ അടച്ചാക്ഷേപിച്ച് സംസാരിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മണിപ്പൂർ സംഭവം അതിലേക്ക് വലിച്ചിഴക്കുകയാണ്. മണിപ്പൂർ സംഭവം വലിച്ചിഴക്കുകയാണ് അതിന് ചെയ്യേണ്ടത്. അതിന് നമുക്ക് സെപ്പറേറ്റ് മണിപ്പൂർ സംഭവത്തെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യാം. നിങ്ങളെന്തിനാണ് രണ്ട് വിഷയങ്ങൾ ഒരുമിച്ച് മിക്സ് ചെയ്യുന്നത്? ഇവിടെ ഈ ക്രൈസ്തവരോട് ചില ആളുകൾക്ക് ഇടപെടാം, ചില ആളുകൾക്ക് ഇടപെടാൻ പാടില്ല എന്നൊരു അസ്പർശ്യത അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഐത്തം കൽപ്പിക്കാൻ ഇവിടെ സാധിക്കുകയില്ല. മാർക്സിസ്റ്റുകാർ വരുമ്പോൾ ഞങ്ങളെ സ്വീകരിക്കാം, BJP-ക്കാർ വരുമ്പോൾ പാടില്ല, കോൺഗ്രസ്സുകാർ വരുമ്പോൾ പാടില്ല. അങ്ങനെ ഒരു നിലപാടല്ല. വേറൊരു വിഷയം പറഞ്ഞിട്ട് അതിലേക്ക് മണിപ്പൂർ വലിച്ചിട്ടതല്ല, മണിപ്പൂർ വിഷയത്തെ കുറിച്ച്. അതെ, അത് പറയുമ്പോഴേ ഞങ്ങളുടെ നിലപാട് എന്ന് പറയുന്നത് ഞങ്ങളെ ഒട്ടും മാന്യമല്ലാതെ സംസാരിച്ചു എന്നുള്ളതായിരുന്നു വിഷയം. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരോട് എപ്പോഴും എന്തും ആകാം, അവരെ എന്തു പറഞ്ഞാലും അവർ പ്രതികരിക്കുകയല്ല, അവർക്ക് മേൽ ആർക്കും കുതിര കയറാം എന്നൊരു സ്ഥിതി നാട്ടില് എങ്ങനെയോ ആളുകൾ എന്നല്ല പറഞ്ഞത്. ചില ബിഷപ്പുമാർക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചില ബിഷപ്പുമാർക്ക് പിന്നെ ക്രൈസ്തവരല്ലേ അവര്? ഞാൻ പറഞ്ഞത് ക്രൈസ്തവ സമൂഹമാകെ എന്നല്ല, ചില ബിഷപ്പുമാർക്ക്, എല്ലാ ബിഷപ്പുമാരും അല്ല, ചില ബിഷപ്പുമാർക്ക് BJP-ക്കാർ വിളിച്ചാൽ പ്രത്യേക രോമാഞ്ചമാണ് എന്ന പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. അത് പിൻവലിക്കുകയും ചെയ്തു. അപ്പൊ ഈ പറഞ്ഞ ചില അദ്ദേഹം ഈ മണിപ്പൂർ സംഭവവും പറയുന്നുണ്ട്. അപ്പൊ ഈ മണിപ്പൂർ സംഭവത്തിലുള്ള വിമർശനമാണല്ലോ അവിടെ ഉന്നയിക്കപ്പെടുന്നത്. ഞാൻ ചോദിക്കട്ടെ അഭിലാഷ് മോഹൻ സാറ്, ഞാൻ ചോദിക്കട്ടെ, ഈ മാന്യദേഹം അവിടെ ഉണ്ടായിരുന്നോ ഈ രോമാഞ്ചം കാണാൻ? അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം പൊട്ടിത്തെറിയിലൂടെ ഈ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടും ആ മനുഷ്യന് ക്രൈസ്തവരോടുള്ള മനോഭാവമാണ് അദ്ദേഹത്തിൻ്റെ വാക്കിലൂടെ പുറത്തു വന്നത്. അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ട്. ക്രിസ്ത്യാനിയാണോ അല്ലയോ എന്നുള്ളതാണ്. ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള ആളുകളെ കൊണ്ട് ഇങ്ങനെ ക്രൈസ്തവ സഭയെയും ക്രൈസ്തവ സമുദായത്തെയും നേരത്തെയും ഈ ആളുകൾ ദുഷിച്ചിട്ടുണ്ട്. ഞാൻ അതിന് ഉദാഹരണങ്ങളൊന്നും പറയേണ്ട കാര്യം നിങ്ങൾക്കില്ല. ശരി, ഇപ്പോ തെറ്റാണെന്ന് തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം തന്നെ തിരുത്തിയത്. അങ്ങനെ അധിക്ഷേപ സ്വരത്തിൽ അല്ലെങ്കിൽ മോശം ഉണ്ടാവുന്ന തരത്തിൽ പറയുന്നത്, ആരെ കുറിച്ച് പറയുന്നത് ശരിയല്ല എന്നുള്ള നിലയിൽ നമുക്കതിനെ എടുക്കാം. എന്തായാലും സജി ചെറിയാൻ തിരുത്തി. പക്ഷേ ഒരാൾ ദുഷിച്ചു പറഞ്ഞു എന്നുള്ളതിനേക്കാൾ അതിന് വലിയ ഗുരുതരമായ പ്രശ്നം അസ്തിത്വം തന്നെ, നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതല്ലേ? അത്ര ഭീകരമായ കാര്യങ്ങൾ അരങ്ങേറുമ്പോൾ ആ കാര്യം കൂടി പറയാനുള്ള ബാധ്യത ഇതിനേക്കാൾ വലുതാണ് അത് എന്ന് പറയാനുള്ള ബാധ്യത KCBC-ക്കും മറ്റു സംഘടനകൾക്കും. പറയാത്ത ആളുകളോട് പറയുമ്പോൾ ശരിയാണ്, നമ്മൾ ഈ കാര്യം പറയാത്ത ആളുകളോട് പറയുകയാണെങ്കിൽ ശരിയാണ്. അങ്ങനെയല്ല, ഞങ്ങൾ ക്രൈസ്തവർ ഇതിനെക്കുറിച്ച് വളരെ കൃത്യവും വ്യക്തവുമായ നിലപാട് എടുക്കുകയും ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഈ രാജ്യത്ത് നടക്കുന്ന ന്യൂനപക്ഷ ധ്വംസനങ്ങൾക്കെതിരെ വളരെ ശക്തമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. അത് ക്രൈസ്തവർ മാത്രമല്ല, മുസ്ലിങ്ങളോടാണെങ്കിലും മറ്റു വിഭാഗക്കാരോടാണെങ്കിലും അങ്ങനെ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ മനോഭാവം. ഈ നാട്ടിൽ സഹിഷ്ണുത ഉണ്ടാകണം. ഭൂരിപക്ഷവും ന്യൂനപക്ഷവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. എല്ലാവരെയും ഒരുപോലെ ഈ നാട്ടിലെ സമന്മാരായ പൗരന്മാരായി അംഗീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ മനോഭാവം. അതിന് യാതൊരു വ്യത്യാസം വന്നിട്ടില്ല. ഒരു കേക്ക് കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കാപ്പി കുടിച്ചതുകൊണ്ടോ ഞങ്ങളുടെ അടിസ്ഥാനപരമായ മനോഭാവത്തിൽ നിന്ന് മാറ്റം വരുമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. അല്ല, അങ്ങനെയാണെങ്കിൽ ഇതിൽ രാഷ്ട്രീയം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ BJP സ്നേഹ യാത്ര എന്ന പേരിൽ ഒരു 10 ദിവസത്തെ പരിപാടി, ക്രൈസ്തവ ഭവനങ്ങൾ, ക്രൈസ്തവ ദേവാലയങ്ങൾ തുടങ്ങിയവ സന്ദർശിക്കുന്നു, ക്രിസ്മസ് ആശംസ നേരുന്നു. ഇപ്പോൾ ക്രിസ്മസ് ആശംസ ആര് നേർന്നാലും അത് സന്തോഷകരമാണ്. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആശംസ അർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരവും. അതിനപ്പുറത്ത് അതൊരു രാഷ്ട്രീയമായ ലക്ഷ്യമാണ് എങ്കിൽ, ഇപ്പോൾ ഈ മണിപ്പൂർ അടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് നിങ്ങളുമായി ബാന്ധവം ഉണ്ടാക്കാനുള്ള രാഷ്ട്രീയ താല്പര്യമാണ് എന്ന നിലയ്ക്കാണ് എങ്കിൽ അത് സ്വീകാര്യമാണ്. ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ ഞാൻ ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഈ ഡിസംബർ 11 തൊട്ട് 22 വരെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഞങ്ങൾ അതിജീവന യാത്ര എന്ന പേരിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ബിജു പറയുന്നിടത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തി. അതിലൂടെ 3 കാര്യങ്ങളാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത്. ഒന്ന്, വന്യജീവികളുടെ ആക്രമണങ്ങളിൽ നിന്ന് ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കണം. 2,
കർഷകരായ ആളുകൾക്ക് അവരുടെ വിളകൾക്ക് വില നൽകുന്ന ഒരു സംവിധാനം കൊണ്ടുവരണം. 3, ക്രൈസ്തവ സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി ഈ ഗവൺമെൻറ് തന്നെ സ്ഥാപിച്ച JB കോശി കമ്മീഷൻ്റെ റിപ്പോർട്ട് എത്രയും വേഗം സത്വരമായ നടപടികളിലേക്ക് നയിക്കുന്നതുപോലെ ആ ക്രൈസ്തവ സമുദായത്തിന് വേണ്ടി അവർ പറഞ്ഞ നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തണം. ഈ 3 കാര്യങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആര് വേണമെങ്കിലും വരട്ടെ, ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ വിഷയം ക്രൈസ്തവരുടെ അനുദിന ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കണം. ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ വിഷയങ്ങളിൽ ഇടപെടണം. ഇന്ന് ആ പശുക്കൾ ചത്ത അവിടെ ഒരു വിഷയം വന്നു. അവിടെ എന്തുകൊണ്ട് ആളുകൾ ഇടപെട്ടത്? ആദ്യം തന്നെ കത്തോലിക്ക കോൺഗ്രസിന് ആളുകൾ അവിടെ പോയി. അതിനോടൊപ്പം പിന്നെ PJ ജോസഫ് സാർ ഒരു പശുവിനെ കൊടുത്തു. നമ്മുടെ ബഹുമാനപ്പെട്ട നടന്മാർ ശ്രീ ജയറാം, ശ്രീ മമ്മൂട്ടി തുടങ്ങിയവർ പൈസ കൊടുത്തു എന്ന് ഞാൻ കേട്ടു. അതുപോലെ മന്ത്രിമാർ അവിടെ ചെന്നു. എന്തുകൊണ്ടാണ് ഇത് നേരത്തെ ഉണ്ടാകാതിരുന്നത്? ഇവിടെ ഇരിട്ടിയിലെ മുടിക്കയത്ത് ഒരു സുബ്രഹ്മണ്യം മരിച്ചപ്പോൾ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ഈ ഇരിട്ടിയിൽ തന്നെ അടുത്തുള്ള എടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാട്ടുപന്നി, ഒരു നാരായണൻ എന്ന് പറഞ്ഞ മനുഷ്യനെ ഊടുപാട് ആക്രമിച്ചു. അദ്ദേഹം കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ 2 ആഴ്ച കിടന്നിട്ട് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും അവിടെ ചെന്നില്ല. അവരെ ഞങ്ങളാണ് അന്വേഷിച്ച് തന്നത്. എന്തേ അത് സംഭവിക്കാത്തത്? അപ്പോൾ ഞങ്ങളുടെ വിഷയം, ഇവിടുത്തെ സാധാരണക്കാരൻ്റെ വിഷയം നമ്മൾ പൊതുസമൂഹത്തിൽ കൊണ്ടുവരണം. സർക്കാർ ചെവി കൊടുക്കണം. ഫാദറിലേക്ക് ഞാൻ മടങ്ങി